ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിത്തിരയെ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തുക കേട്ടോ മഹേഷ്. അപ്പോൾ ഉടനെ ഇതാണ് ചിത്തിര എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ കാണുമ്പോൾ തന്നെ ആ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ എന്താ മോളെ സ്കൂളിലൊന്നും പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അല്ല, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ സ്കൂളിൽ പോകാൻ കഴിയില്ല, അതൊക്കെ പിന്നീട് പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ ഇവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, സ്വന്തം വീടായിട്ട് കരുതിയാൽ മതി, സ്വന്തം മുത്തശ്ശിയെ നോക്കും പോലെ നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ചിത്തിര പറയുന്നുണ്ട്, അതങ്ങനെ തന്നെയുള്ളൂ, ഞാൻ എൻ്റെ സ്വന്തം വീടായിട്ടേ കരുതത്തുള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ ചെയ്യുന്നത്. എനിക്കെന്തായാലും മോളെ കണ്ട ഉടനെ ഇഷ്ടമായി എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. അപ്പം എത്രയാ ശമ്പളം വേണ്ടേ, ശമ്പളത്തെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അവർ ചോദിക്കുമ്പോഴത്തേക്കും സ്വന്തം വീടായിട്ട് കരുതണമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ശമ്പളത്തെ പറ്റിയൊന്നും പറയുന്നില്ല, എനിക്ക് ശമ്പളം വേണ്ട എന്ന് പറഞ്ഞു. ശമ്പളം വേണ്ടേ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്തായാലും ഞങ്ങൾ ശമ്പളം തരുമെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. ശമ്പളം വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, അലവൻസ് ആയിട്ടോ മറ്റെന്തെങ്കിലും ആയിട്ട് തന്നാൽ മതി, ശമ്പളം എന്ന പേരിൽ തരണ്ട എന്നാ പറഞ്ഞതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇവളാൾ കൊള്ളാമല്ലോ, ഇവള് മിടുക്കിയാവും ഭാവിയിലെന്നും ഇവളെ സൂക്ഷിക്കണമെന്നും ഇവള് വിചാരിക്കുന്നതിനെക്കാട്ടിലും നല്ല നിലയിൽ ഭാവിയിൽ എത്തുമെന്നും പറഞ്ഞ മുത്തശ്ശിയും മോളും കൂടെ ചിരിക്കാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ചിത്തിരയ്ക്കും വലിയ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ മോളുടെ അച്ഛനും അമ്മയും ഒക്കെ എന്ത് ചെയ്യും ചോദിക്കാട്ടോ ചെയ്യുന്നത് അവർ. അപ്പോൾ ഉടനെ ചിത്തിര പറയുന്നുണ്ട് കേട്ടോ, അച്ഛൻ മരിച്ചുപോയി, അമ്മ തളർന്നു കിടക്കുക എന്ന് പറഞ്ഞു. അയ്യോ സോറി എന്ന് പറയാട്ടോ ചെയ്യുന്നവർ. അതൊന്നും സാരമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാ ഇന്ന് തൊട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ മുത്തശ്ശി. ഇന്നില്ല, നാളെ മുതൽ വരാമെന്ന് ചിത്തിര പറയുകയും ചെയ്യാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആ മുത്തശ്ശിക്കും മകൾക്കും ചിത്തിരയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ചിത്തിരയ്ക്കാണെങ്കിൽ തൻ്റെ അച്ഛമ്മയുടെ ഓപ്പറേഷൻ നടത്താനുള്ള ഒരു വഴി തെളിഞ്ഞതുപോലെ തന്നെ തോന്നുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മുത്തശ്ശിയും ആ മകളും കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ തരുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട് ചിത്തിരയ്ക്ക്. മുത്തശ്ശിയുടെ അടുക്ക പോയിട്ട് പറയുന്നുണ്ട്, എന്നാൽ മുത്തശ്ശി നാളെ വരാം എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കുക കേട്ടോ, ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കാൻ സോനയാണ്. സോന പുറത്തേക്ക് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിനയനൊരു സമ്മാനവുമായിട്ട് വരുന്നു. ഞാൻ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു, നീ ഇവിടെയായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ആ സമ്മാനം കൊടുക്കുന്നു. ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാന്ന് പറയും. ഇതെന്താ സാരിയോ എന്നിങ്ങനെ ചോദിക്കുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുന്നു. വേണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത് സോന. എന്തിനാ വിനയ ആവശ്യമില്ലാതെ ഇതൊക്കെ വാങ്ങിക്കുന്നേ, ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് സാരി വേണമെന്ന്. അതല്ല, ഞാനൊരു സന്തോഷത്തിന് വേണ്ടി നിനക്ക് വാങ്ങിയതാന്ന് പറയാട്ടോ ചെയ്ത്. വിനയന് സന്തോഷമായിരിക്കും ഇത് വാങ്ങിത്തരുമ്പോൾ, എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. സമ്മാനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ സമ്മാനത്തിന് വില ഉണ്ടാക്കണമെങ്കിൽ അയാൾ മനസ്സിൽ നന്മയോടുകൂടി കൊടുക്കണം, അല്ലാതെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. വിനയൻ ഇപ്പോൾ ഇതൊക്കെ തരുന്നതിൻ്റെ ഉദ്ദേശം വിനയന് നഷ്ടപ്പെട്ടു പോയ ഭർത്താവ് ഉദ്യോഗം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്നിങ്ങനെ സോന മുഖത്തടിച്ച് തന്നെ പറയുന്നുണ്ട് കേട്ടോ. വിനയൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങണമെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ വാങ്ങിക്കൊള്ളാം, വിനയൻ എന്ന് നന്നാവുന്നു അന്ന് മതി എനിക്ക് എന്തെങ്കിലും. വിനയൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സമ്മാനങ്ങൾ ആഗ്രഹിച്ചിരുന്നു, വിനയൻ ഒരു പൊട്ട് വാങ്ങി തന്നാലും എനിക്ക് സന്തോഷമുണ്ടാകുന്ന കാലമുണ്ടായിരുന്നു. അന്ന് വിനയന് നല്ല സ്വഭാവമായിരുന്നു, ഇപ്പോൾ വിനയൻ ആകെ മാറി, ഇപ്പോൾ എല്ലാം വിനയൻ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വിനയൻ നന്നാവുന്നു അന്ന് മതി കേട്ടോ, അന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടും എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ, വിനയനെ ഞാൻ അതുപോലെ തന്നെ മനസ്സിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇത് വിനയൻ തന്നെ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു വിനയൻ്റെ മുഖത്തേക്ക് എറിയ കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് സോന അകത്തേക്ക് കയറി പോകാൻ നേരത്തെ പ്രതിഭ അങ്ങോട്ടേക്ക് വരുന്നു. ഇതെന്താടാ കയ്യിലിരിക്കുന്നത്, സാരിയോ, ഇത് നീ എനിക്ക് വേണ്ടി വാങ്ങിയതാണോടാ, നീ ആർക്ക് വാങ്ങിയതാടാ സാരി എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ സോന ഇങ്ങനെ പുച്ഛത്തോടു കൂടി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വിനയനാണെങ്കിൽ മലക്കം മറിയ കേട്ടോ ചെയ്യുന്നത്. പ്രതിഭയ്ക്ക് ആ സാരി ഇഷ്ടപ്പെട്ടു എന്ന് വിനയന് മനസ്സിലാവുന്നു. ഉടനെ വിനയൻ പറയുന്നു, ഇത് ഞാൻ അമ്മയ്ക്ക് വാങ്ങിയത്. എനിക്കോ, അയ്യോ നല്ല ഭംഗിയുള്ള സാരി, എന്നാൽ ഈ സാരിക്ക് എത്ര രൂപയുണ്ടടാ, എന്നാലും നിനക്ക് എനിക്കൊരു സാരി വാങ്ങി തരാനൊക്കെ തോന്നിയല്ലോ എന്നൊക്കെ പ്രതിഭ 100 നാവിൽ സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ 10,000 രൂപ വരും അമ്മയെന്ന് പറയാം. 10,000 രൂപയോ, എടാ ഒരമ്മയ്ക്ക് സാരി വാങ്ങി തരുമ്പോൾ ഒരു 50,000 രൂപയുടെ സാരിയെങ്കിലും വാങ്ങി തരേണ്ട വിനയ, എന്നാലും കഷ്ടമായി പോയി എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അമ്മ അത് ഞാൻ പിന്നെ വാങ്ങിത്തരാം, ഇപ്പോൾ ഈ 10,000 സാരി കൊണ്ട് അമ്മ അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ സോന ചിരിക്കാട്ടോ ചെയ്യുന്നത്. നേരത്തെ എനിക്കെന്നും പറഞ്ഞ് കൊണ്ടുവന്നു, ഇപ്പോൾ അതേ അമ്മയ്ക്ക് എടുത്ത് കൊടുക്കുന്നു, കൊള്ളാം നന്നായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ സോനയ്ക്കൊന്നും വാങ്ങിയില്ലേടാന്ന് ചോദിക്കുന്നു വിനയൻ്റെ അടുക്കെ. ഇല്ല എന്ന് വിനയൻ പറയാട്ടോ ചെയ്യുന്നത്. എനിക്കൊന്നും വേണ്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അമ്മയെന്നു, ഇത് അമ്മ അങ്ങ് എടുത്തോന്നും പറഞ്ഞ് സോന അകത്തേക്ക് കയറിപ്പോന്നു. അയ്യോ അവിടെ ഒരു പുച്ഛം കണ്ടില്ലേ, അമ്മ എടുത്തോന്ന്, ഇത് അവിടെ ഔദാര്യത്തിന് വേണോ എനിക്ക് ഈ സാരി എടുക്കാൻ, എന്തായാലും കൊള്ളാമെന്നും പറഞ്ഞ് പ്രതിഭ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ നിരഞ്ജന പറയുന്നുണ്ട് കേട്ടോ, ഏറ്റു അച്ഛ എനിക്കൊന്നും വാങ്ങിയില്ലല്ലോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകുന്നു. പിന്നീട് സുജയും ഷാജിയും രാവിലെ തന്നെ ആകുമ്പോൾ മല്ലികാമ്മയുടെ അടുക്കലേക്ക് വരുന്നു. അപ്പം ചിത്തിര പറഞ്ഞു വെച്ചതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഒന്നും അറിയാത്ത പോലെ ചിത്തിര പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിനക്കിന്ന് ജോലിക്ക് പോകണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഷാജി എടുക്കാൻ മല്ലികാമ്മ. അല്ല ഇന്ന് പോകണ്ട, ഇന്ന് ലീവ് എടുത്തു എന്ന് പറയട്ടെ ചെയ്യുന്നത്. ഇടയ്ക്ക് ലീവ് എടുക്കുന്നത് നല്ലതാ, ഭാര്യയും കുട്ടി ഇങ്ങനെ കറങ്ങുന്നത് നല്ലതാണെന്നൊക്കെ മല്ലികാമ്മ പറഞ്ഞു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് മല്ലികാമ്മയുടെ ഒരു കാര്യം സംസാരിക്കാനെന്ന് പറയുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അല്ല മല്ലികാമ്മയ്ക്ക് ഇപ്പോൾ പണി നഷ്ടപ്പെട്ടു
നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞു. അതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു ആശയം തോന്നി. സുജിയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചുമ്മാതിരിക്കുക, വല്ല ജോലിക്ക് വിടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടാനും, നക്കാപ്പിച്ച മാത്രമേ കിട്ടുള്ളൂ. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. എന്താ ഷാജി ഉദ്ദേശിക്കുന്നതെന്ന് മല്ലികാമ്മ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഷാജി പറയുന്നുണ്ട്, മല്ലികാമ്മയ്ക്ക് നല്ല കൈപ്പുണ്യമല്ലേ, നമുക്കിവിടെ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഭക്ഷണം എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെ ഒരു അടുക്കള പോലെ സെറ്റ് ചെയ്താലോ, മല്ലികാമ്മ ഭക്ഷണം ഉണ്ടാക്കും, സുജയും സഹായിക്കും, ഞാനത് കൊണ്ട് എല്ലാവർക്കും കൊടുക്കും, അത് നല്ലൊരു ബിസിനസ് ആയിരിക്കുമെന്നും നമുക്ക് നല്ല രീതിയിൽ ഉയർന്നു വരാനായിട്ട് സാധിക്കുമെന്നും പറയുന്നു. രാവിലെയൊക്കെ ഞാനിവിടെ വന്നോളാം, ചിത്തിര സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാനിവിടെ കാണും, അത് ചിത്തിര സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാനിവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്യാമെന്ന് സുജ പറയുന്നു. ഇതിൽ മല്ലികാമ്മയുടെ സമ്മതമാണ് വേണ്ടതെന്ന് പറയുന്നു. ആശയമൊക്കെ കൊള്ളാമെന്ന് മല്ലികാമ്മ പറയട്ടോ ചെയ്തു. പക്ഷെ നമ്മളിത് എങ്ങനെ പ്രാക്ടിക്കലാക്കും, ഇപ്പം തന്നെ വരുമാനം കിട്ടി തുടങ്ങില്ലല്ലോ എന്നൊക്കെ മല്ലികാമ്മ പറയുമ്പോൾ ആദ്യമൊന്നും വരുമാനം കിട്ടില്ല, പതിയെ പതിയെ കിട്ടത്തുള്ളൂ, ഞാനൊരു ലോണിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് ഷാജി പറയാട്ടോ ചെയ്യുന്നത്. ലോണ് കിട്ടിയാൽ ഉടനെ തന്നെ നമുക്കിത് തുടങ്ങാമെന്ന് പറയും. ലോണിനൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കണം, 2 മാസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് ബാങ്കിൽ പറഞ്ഞതെന്നും പറയാട്ടോ ചെയ്തു. 2 മാസമോ, അത്രയും നാൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത് മല്ലികാമ്മ. അത്രയും നാളും സുജ രാവിലെ ഇങ്ങോട്ടേക്ക് വരും, നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷനും കാര്യങ്ങളും നടത്തുക, അതുവരെ മല്ലികാമ്മയ്ക്ക് എന്തെങ്കിലും വീട്ടിൽ തയ്യൽ കിട്ടുവാണെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാമെന്ന് പറയും. അച്ഛമ്മ ഇത് കൊള്ളാം, നല്ല ഐഡിയ ആണെന്ന് പറയട്ടോ ചെന്ന ചിത്തിര. എന്നാൽ പിന്നെ നമുക്കിത് ചെയ്ത് കളയാമെന്ന് മല്ലികാമ്മയും പറയുന്നു. മല്ലികാമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് സന്തോഷത്തോടു കൂടി ജോലിക്ക് വരിക കേട്ടോ ചെയ്യുന്ന ചിത്തിര. ഇവിടെ ആ മുത്തശ്ശിയാണെങ്കിൽ ചിത്തിരയും കാത്തിങ്ങനെ ഇരിക്കുകയാണ്, മകളോട് ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യാൻ കുട്ടി വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. വാക്ക് പറഞ്ഞതല്ലേ അമ്മേ, വരാതിരിക്കില്ല എന്ന് പറയും. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മഹേഷും ചിത്തിരയും കൂടെ അങ്ങോട്ടേക്ക് വരികട്ടോ ചെയ്യുന്നത്. മോളെ നോക്കിയിരിക്കുകയായിരുന്നു ആ മുത്തശ്ശി പറയാട്ടോ ചെയ്യുന്നത്. ഞാൻ വന്നല്ലോ മുത്തശ്ശി എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ശ്രീദേവി എന്നാട്ടോ മുത്തശ്ശിയുടെ മകളുടെ പേര്. ശ്രീദേവി ചിത്തിര അകത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, എല്ലാ മരുന്നുകളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കേണ്ട മരുന്നും മറ്റും കാട്ടിക്കൊടുക്കുന്നു. ഇതിൻ്റെ പുറത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അത് നോക്കി അമ്മയ്ക്ക് എടുത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. മെയിനായിട്ട് അമ്മയോട് മിണ്ടിയും പറഞ്ഞു ആരെങ്കിലും ഇരിക്കണം, അത് മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് എന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷം കഴിക്കേണ്ട ഫുഡും കാര്യങ്ങളുമെല്ലാം വെച്ചിരിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ അടുക്കളയിൽ എല്ലാ സാധനങ്ങളുണ്ടെങ്കിലും വേണമെങ്കിൽ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിച്ചോളാനും ഒക്കെ പറയുന്നു. മോക്ക് പാചകമൊക്കെ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ മുത്തശ്ശി. എനിക്ക് എല്ലാം അറിയാം മുത്തശ്ശി, എൻ്റെ അച്ഛമ്മ എന്നെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛമ്മയോ, അതാരാൻ ചോദിക്കുന്നു. അപ്പോൾ ഉടനെ പറയുന്നത്, ഞാനിപ്പോൾ അച്ഛമ്മയുടെ കൂടെയാണ് താമസിക്കണം, എൻ്റെ അച്ഛൻ്റെ അമ്മയാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴാണ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചിത്തിര പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ ആ മുത്തശ്ശി മഹേഷ് ആണെങ്കിൽ യാത്ര പറഞ്ഞു പോകുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയുന്നു. പിന്നീട് മുത്തശ്ശി അകത്ത് കൊണ്ടുപോയി ചിത്തിരയോട് ചായയൊക്കെ കുടിക്കാൻ പറയുന്നു. അങ്ങനെ ചിത്തിര ചായ എടുത്ത് മുത്തശ്ശിക്കും കൊടുക്കുന്നു, ചിത്തിരയും കുടിക്കുന്നു. പിന്നീട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കേണ്ട പ്രായത്തിൽ നീ യൂണിഫോം ഇട്ടുകൊണ്ട് എന്താ മോളെ ഇങ്ങോട്ടേക്ക് വന്നത്, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മല്ലികാമ്മയുടെ അസുഖ വിവരത്തെ പറ്റിയും മല്ലികാമ്മയ്ക്ക് അസുഖമുണ്ടായ സാഹചര്യങ്ങളും എല്ലാം വിശദമായിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്ന ചിത്തിര. ഇത് കേൾക്കുമ്പോൾ കഷ്ടമായി പോയല്ലോ മോളെ നിന്റെ കാര്യം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മോള് വിഷമിക്കേണ്ട, ഈ കൊച്ചു പ്രായത്തിൽ ഇങ്ങനെ സങ്കടം അനുഭവിക്കേണ്ടി വരുമ്പോൾ നീ വലുതാകുമ്പോൾ നിനക്ക് നല്ലൊരു നിലയിൽ എത്താനായിട്ട് സാധിക്കുമെന്നും നീ ഉയരങ്ങളിൽ എത്തിച്ചേരുമെന്നും ഒക്കെ പറയാട്ടോ ചെയ്യുന്ന ആ മുത്തശ്ശി. അതുകൊണ്ട് വലുതാകുമ്പോൾ നല്ല ജീവിതമായിരിക്കും കിട്ടുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ ശ്രീദേവി മാഡം കല്യാണം കഴിച്ചിട്ടില്ലേന്ന് ആ മുത്തശ്ശിയുടെ മകളെ പറ്റി ചിത്തിര ചോദിക്കുമ്പോൾ ആ സത്യം വെളിപ്പെടുത്തോട്ടോ. അങ്ങനെ ഒരു അബദ്ധം അവൾക്ക് പറ്റിയെന്നും 6 മാസമേ ആ ബന്ധം നീണ്ടു നിന്നുള്ളെന്നും 6 മാസം കഴിഞ്ഞപ്പോൾ അവർ പിരിഞ്ഞെന്നും പറയുന്നു. അയാൾ ഒരു മുഴുക്കുടിയനായിരുന്നെന്നും പറയുന്നു. പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാരും അനുഭവിക്കുന്ന ഒരു വെല്ലുവിളിയാണ് ഈ മകളുടെ കല്യാണം കഴിക്കുന്ന ആളെ പറ്റിയുള്ള ആ ഒരു കണ്ടെത്തലും കാര്യങ്ങളും എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. പണ്ടത്തെ സമ്പ്രദായമായിരുന്നു നല്ലത്, മുറച്ചെറുക്കന്മാരെ കല്യാണം കഴിക്കുന്നത്. അതാകുമ്പോൾ അവർ തമ്മിൽ നല്ല പരിചയവും നല്ല കൂട്ടും ഉണ്ടാവും. അയാളെ ഇനി കൊച്ചിലെ തൊട്ടേ അറിയാവുന്നതുമായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നു. അതുപോലെ സ്ത്രീധനവും അധികം കൊടുക്കേണ്ടി വരില്ല, ആഡംബരപൂർണ്ണമായ കല്യാണവും നടത്തേണ്ടി വരില്ല. ആ സിസ്റ്റമൊക്കെ ഇനി തിരിച്ചു വരുമോ എന്തോ എന്നൊക്കെ പറയുമ്പം ചിത്തിര പറയുന്നുണ്ട്, എല്ലാം മാറുകയല്ലേ, ലോകം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും മോളുടെ അച്ഛമ്മയുടെ അസുഖം വേഗം ഭേദമാകുമെന്നും മോളുടെ അച്ഛമ്മയുടെ നല്ലതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്നും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ആ മുത്തശ്ശി. എന്തായാലും മുത്തശ്ശിക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ദേ മോളോട്ട് പോകാനുള്ള വിസയും കാത്തിരിക്കുകയാണെന്ന്, എനിക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കാനാ മോളെ, ഫ്ലൈറ്റ് ഇങ്ങോട്ട് ലാൻഡ് ചെയ്യണം, അതിൽ കയറണം, പോകണം, അത്ര തന്നെ ഉള്ളൂ എന്ന് ആ മുത്തശ്ശി പറയാട്ടോ ചെയ്യുന്നത്. അതുപോലെയല്ലല്ലോ മോളുടെ അച്ഛമ്മയുടെയും കാര്യം. നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എന്തായാലും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്നും അച്ഛമ്മയുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറുമെന്നും ആ മുത്തശ്ശി ചിത്തിരയോട് പറയാട്ടോ ചെയ്യുന്നത്.